പലവട്ടം പറഞ്ഞതാ തെങ്ങിന്റെ അടി കിടക്കല്ലേന്ന്. ഭാഗ്യത്തിന് ഈ വട്ടവും രക്ഷപ്പെട്ടു. മാനം ക്ലിയർ ആണ്. ഇന്നലെ കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, കുറെ നാളായി കണ്ടിട്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈവനിങ് റൈഡ് അവന്റെ വീട്ടിക്കാട്ടാ. ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവനും ഉണ്ട് കൂടെ. ഇത് എന്ത് ടൈപ്പ് ഗതികേടാന്ന് അറിയില്ല, ഇന്നും കിട്ടി കയറ്റടാ. എപ്പോ ഇതിലെ പോയാലും ഇതാ അവസ്ഥ. ഇവ മാത്രല്ല ട്ടാ, വേറെ 2 പേരെ കൂടി ഞാൻ വിളിച്ചിട്ടുണ്ട്. കുറെ നാൾക്ക് ശേഷം കാണുന്നതല്ലേ, അവരെ കൂടെ കണ്ടേക്കാം. പോണ വഴി ചെറിയൊരു ചെക്ക് ഡാം കണ്ടു. മോളി കയറിയാലെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന അവൻ പറഞ്ഞു. ശരിയാണ്, മോളി നോക്കുമ്പോ പ്രത്യേക ഭംഗിയുണ്ട്. അവനെ കൂടാണ്ട് വേറെ എന്തെങ്കിലും അവിടെ കാണാണ്ടോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിട്ടാ. നീ ധൈര്യമായിട്ട് പോന്നോ, പാടത്ത് സൺസെറ്റ് ഉണ്ടെന്ന് അവൻ പറഞ്ഞേട്ടാ. അപ്പൊ പിന്നെ എല്ലാം സെറ്റ്. പോണ വഴി റോഡ് സൈഡിൽ നല്ലൊരു ബണ്ട് റോഡ് കണ്ടു. കണ്ടപ്പോ കുറച്ചു ദൂരം ഒന്ന് അതിലെ പോയി നോക്കി. അധിക ദൂരം ഒന്നും പോയില്ലാട്ടാ, സമയം കളഞ്ഞ സൺസെറ്റ് മിസ്സാവും. ദീവനാണ് അവൻട്ടാ. ഇവന്റെ വീട്ടിലേക്കാണ് പോണത്. സാധാരണ ചായയും ബിസ്ക്കറ്റ് അല്ലേ കിട്ടുക, പക്ഷെ കിട്ടിയത് നല്ല ഹെൽത്തി നട്ട്സ് ആട്ടാ. ഇനി നേരെ പാടത്തോട്ട് സൺസെറ്റ് കാണാൻ. പോണ വഴി അടുത്താളെയും പൊക്കിയിട്ടാ. നമ്മളെല്ലാരും കൂടി പോയത് ഒരു അടിപൊളി സ്ഥലത്താട്ടാ. വൈകുന്നേരം വന്നിരിക്കാനും സൺസെറ്റ് കാണാനും പറ്റിയൊരു അടിപൊളി സ്ഥലം. 4ാമത്തെ ആളും വന്നിട്ടാ. ഒരാള് മിസ്സിംഗ് ആണ്, ചൂണ്ടെടുക്കാൻ പോയേക്കാ. ശരിക്കൊരു പീസ്ഫുൾ സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തരും അവരവരുടേതായ എൻജോയ്മെന്റിലാണ്. ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷം ചെക്കൻ ചൂണ്ടയും കൊണ്ട് വന്നുട്ടാ. എന്തിനു പറയണ, ഇട്ടപ്പന്നെ മീനെ കിട്ടി. ഇതാണ് അവൻ പറഞ്ഞ സൺസെറ്റ്. കൊള്ളാലേ, നല്ല ക്ലിയർ സൺസെറ്റ്. 1-2 പറഞ്ഞിരുന്നത് ചെറുതായിട്ട് നേരം വൈകിട്ടാ. എല്ലാരെയും പറഞ്ഞു വിട്ട് നമ്മള് വീട്ടിലേക്ക് തിരിച്ചു. എന്തിനു പറയണ്, അപ്പോഴും കിട്ടി കയറ്റടാ. കിട്ടിയതൊക്കെ എന്ത് എന്നുള്ള മൈൻഡ് ആയിട്ടാ. അവൻ വീട്ടിൽ കയറിയുണ്ട്. എന്റെ വീട് എത്താറായിട്ടാ. വീടെത്തി. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ ഗൈസ്.